മരിയ. താങ്ക് യു ജീസസ്. ആവേ മരിയ. എൻ്റെ പേര് ലീജ എന്നാണ്. കൊല്ലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ കൂടുതലും ഞാനന്ന് ആഗ്രഹിച്ചിരുന്നത് എന്നെ എൻ്റെ കുടുംബത്തെയും ദൈവസ്നേഹത്താലും പരിശുദ്ധാത്മാവിലും നിറച്ച് ദീർഘായുസ്സും ആരോഗ്യവും ബലവും തന്ന് സ്വർഗഭാഗ്യത്തിന് എന്നെ എൻ്റെ കുടുംബത്തെയും അവകാശികളാക്കി തീർക്കണമേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചിരുന്നത്. രണ്ടാമത്തെ നിയോഗമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഹെർണിയ കണ്ണിന് രോഗങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അത്ഭുതകരമായി സർജറി ചെയ്തുവെങ്കിലും അത്ഭുതകരമായി അത് ദൈവം ഇടപെട്ട് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് എപ്പോഴും എനിക്ക് അനുഭവിച്ചറിയണം എന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. അതിന് ഞാൻ ഈശോയോട് ഒരു അടയാളം ചോദിച്ചു. ഞാനന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസൻസ് ഓഫ് ഗോഡ് വേണം, അപ്പോൾ എനിക്ക് അതിന് ഒരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു റൂമിനകത്ത് ആൾ വന്ന് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ റൂം തുറന്നപ്പോൾ ഉണ്ണീശോയും മാതാവും ആ റൂമിനകത്ത് ഇരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ആ സ്വപ്നത്തിലൂടെ കാണാൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ ഇടപെടുന്ന രോഗികളിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം. പക്ഷേ ഈ ഉടമ്പടിയിൽ ഈ ആവശ്യം ഞാൻ വെച്ചപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ എൻ്റെ പേഷ്യൻസുമായിട്ട് ഞാൻ സംസാരിക്കുന്നുവോ അവരെല്ലാവരും എപ്പോഴും പറയും, സിസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ആശ്വാസം തോന്നുന്നു എന്ന്. പക്ഷേ ആ ഉടമ്പടിയിലൂടെ ആ മാതാവും ഉണ്ണീശോയും എനിക്ക് കാണിച്ച ആ ഒരു സ്വപ്നം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി ഞാൻ വിശ്വസിക്കുന്നു. അതിന്നും എപ്പോഴും ആ പ്രസൻസ് എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ ബോഡിയിൽ എപ്പോഴും ഒരു തരിപ്പ് പോലെ ആ സമയത്ത് എനിക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഞാനത് അനുഭവിച്ചറിയാറുമുണ്ട്. അതേ കണക്ക് തന്നെ എൻ്റെ ജോബിൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം, ഉപ്പ്, തേന്, ആ നേർച്ച വസ്തുക്കൾ പലർക്കും ഞാനവർക്ക് കൊടുത്തു. അവർക്ക് അത് അനുഭവവേദ്യമായി. പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവരും സാക്ഷ്യങ്ങൾ പറഞ്ഞു. അതേ കണക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തൊരു ക്യാൻസറായിട്ടിരുന്ന റീബ എന്ന് പറയുന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ ഹസ്ബൻഡും വൈഫും ഒത്തിരി തകർന്ന നിലയിലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. പക്ഷേ ഞാനിവിടെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇവിടെ മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഹസ്ബൻഡും വൈഫും ഇവിടെ വന്നു സാക്ഷ്യം പറയുകയും ആ മകൾക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആകുകയും അവിടെ അഡ്മിറ്റ് ആകുകയും ചെയ്തു വീണ്ടും. അപ്പോൾ ആ മകളെ വീണ്ടും കൃപാസനത്തിലേക്ക് ആംബുലൻസിലാണ് ഇവിടെ കൊണ്ടുവന്നത്. അച്ഛനെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ആ മകൾ ആ സൗഖ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിന്ന ഒരു സുധീഷ് എന്ന് പറയുന്ന പേഷ്യൻറ്റിൻ്റെ, രതീഷ് എന്ന് പറയുന്ന പേഷ്യൻറ്റിൻ്റെ അമ്മ അവിടെ നിന്നു. ആ മകൻ്റെ കല്യാണം 40 വയസ്സായിട്ടും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം ഞാൻ വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അടുത്ത ഉടമ്പടിയിൽ ഞാൻ പുതുക്കാൻ വന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ മകൻ്റെ വിവാഹം ഒന്ന് നടന്നു കാണാനായിട്ട് ആ അമ്മ ഒത്തിരി വേദനിക്കുന്നുണ്ട്, ഈശോയെ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ചു ആ 90 ദിവസത്തിനകം ആ മകൻ്റെ വിവാഹം നടക്കുകയും ആ മകന് ഒരു കുഞ്ഞ് ഇപ്പോൾ ജനിക്കുകയും ചെയ്തു. അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു സാക്ഷ്യം, ഞാൻ 2023 എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു. ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചപ്പോൾ മകൾക്ക് ബയോപ്സി എടുത്തായിരുന്നു. ബയോപ്സിക്കകത്ത് 2nd സ്റ്റേജ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന അമ്മയോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൃപാസനത്തിൽ വന്ന്
ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് സർജറി ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയി സർജറി ചെയ്തത്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥനയിലൂടെയും അവിടെ വന്ന് സർജറി കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒത്തിരി ആ ദൈവത്തിൻ്റെ കരുതൽ ഞങ്ങൾ കൂടുതൽ അനുഭവിച്ചു. അത് കണക്ക് കീമോതെറാപ്പി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 കീമോതെറാപ്പി അമ്മയ്ക്ക് എടുക്കേണ്ടി വന്നു. 7 എണ്ണമായിരുന്നു പറഞ്ഞിരുന്നത്. 6 എണ്ണം ആയപ്പോഴത്തേക്കും അമ്മ ഒത്തിരി സിക്കായിപ്പോയി. അങ്ങനെ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. അപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലായി. ഓക്സിജനൊക്കെ കൊടുത്ത് അമ്മ ICUവിലായി. ഏകദേശം ഒരു 2 ആഴ്ചയോളം ICUവിൽ കിടന്നു. ആ സമയം അമ്മ എന്നോട് ഒരാഗ്രഹം പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കുറേ നാളായി വിൽക്കാതെ കിടക്കുന്ന വസ്തു ഉണ്ടായിരുന്നു, അത് വിൽക്കണം ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു. ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് അമ്മയുടെ ഈ 2 നിയോഗങ്ങളും വെച്ചു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് അവിടെ പോയി ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ICUവിൽ അമ്മയ്ക്ക് കൊടുക്കുകയും ആ ക്രിട്ടിക്കൽ സ്റ്റേജ് വളരെ വേഗം പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ അമ്മ സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വയറ്റിൽ ഫ്ലൂയിഡ് കെട്ടി, കാരണം ക്രിട്ടിക്കൽ സ്റ്റേജായി വയറ്റിൽ കെട്ടിയായിരുന്നു. അവസ്ഥയിൽ വീടെടുത്തിക്കണം. ആ എടുത്തുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ് പിന്നെ ഒരിക്കലും നിൽക്കത്തില്ല, നമ്മൾ കണ്ടിന്യൂ അത് എടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു രീതിയിൽ കുത്തിയെടുക്കേണ്ടതായിട്ടോ ഒന്നും വന്നില്ല. ഇങ്ങനെ അസൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ടെങ്കിൽ അത് വെള്ളം കുത്തിയെടുക്കുന്ന ആ ഒരു രീതി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പം മമ്മിക്ക് സർജറിയും എല്ലാം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇതിനിടയ്ക്ക് അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയും രോഗങ്ങളോ ഒന്നും മമ്മിക്ക് ഉണ്ടായിട്ടില്ല. മമ്മി ഇപ്പം പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ കൂടെ ഇവിടെ അമ്മ മാതാവിൻ്റെ വേദിയിൽ സാക്ഷ്യം പറയാനെത്തിയിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ കാലിലൊരു അലർജി രോഗമുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അത് ചൊറിച്ചിലും വേദനയും, എനിക്ക് ഇറച്ചിയും കഴിക്കാൻ പറ്റാമായിരുന്നു. പിന്നെ തൈലവും കൂടെ മിക്സ് ചെയ്ത് 2 ദിവസം ആ അലർജിയുള്ള ഭാഗത്ത് പുരട്ടി. 2 ദിവസം കഴിഞ്ഞെന്ന് പറയട്ടെ, അത് അതിൻ്റെ പാട് പോലും കാണാതെ അത് അപ്രത്യക്ഷമായി. അത് സത്യം പറഞ്ഞാൽ ആ ഒരു സാക്ഷ്യം എല്ലാവർക്കും വിശ്വസിക്കാനുള്ളൊരു സാക്ഷ്യമായിരുന്നു. അതേ കണക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം എൻ്റെ പേഷ്യൻസിനെല്ലാം ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സാക്ഷ്യങ്ങൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് അവർക്ക് ഒത്തിരി പ്രചോദനമാകുകയും അവർ ഇവിടെ അമ്മ മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അവരുടെ ജീവിത നവീകരണത്തിനും അവരുടെ സൗഖ്യത്തിനും എപ്പോഴും എനിക്കൊരു സ്റ്റേജ് എനിക്കില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ ഭയം മാറാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റി എനിക്ക് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഈ സാക്ഷ്യം പറയാൻ തന്ന വലിയൊരു കൃപയോർത്ത് ദൈവത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഇത് അനവധിയായ രോഗസൗഖ്യങ്ങളും സാക്ഷ്യങ്ങളും എൻ്റെ ജീവിതത്തിലുടനീളമുണ്ട്. അത് കണക്ക് എനിക്ക് എല്ലാ ദിവസവും എനിക്ക് മൊബൈലിൽ ദൈവവചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഉടമ്പടി സാക്ഷ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം രാവിലെ അവർക്കതൊരു ഒരു ഔഷധം പോലെയാണ് അവരെല്ലാവരും പറയുന്നത്. ഒരു ദിവസം സ്റ്റാറ്റസ് കണ്ടില്ലെങ്കിൽ എല്ലാവരും വിളിച്ചന്വേഷിക്കും ഇന്ന് എന്ത് പറ്റിയെന്ന്. അപ്പോൾ അന്നേരത്തേക്കും തിരിച്ചു പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാത്തത്. അതിന് അവരിങ്ങോട്ട് വിളിക്കും. കാരണം ആ ദൈവത്തിൻ്റെ സ്നേഹം വേറെ ഒരു സ്നേഹത്തിനും ഇത്രയും ആനന്ദം നൽകാൻ കഴിയില്ല. പക്ഷേ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുവാൻ കഴിയുന്ന ആനന്ദം നമുക്ക് ഈ ലോകത്തിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. എന്നും നിത്യതയിലും ആ ആനന്ദം എപ്പോഴും ദൈവസന്നിധിയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ദീർഘായുസ്സും ആരോഗ്യവും ബലത്തോടെ സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ
അമ്മ മാതാവും തിരുക്കുമാരനും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ലോകം മുഴുവനിലും ഉള്ള എല്ലാ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഈ അമ്മയുടെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനും ആ ഒരു രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു.